അതുകൊണ്ട് പൊന്നുമോനെ, അല്ലാഹുവിന്റെ ഖുർആൻ ഓത് പൊന്നുമോനെ. മൂന്നാമത്തെ പ്രതിഫലമെന്തേ? വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് 4 പേര് മയ്യത്ത് കട്ടിലിന്റെ 4 ഭാഗത്ത് നിൽക്കുമല്ലോ, 2 പേര് സെന്ററിൽ നിൽക്കുമല്ലോ. എന്നിട്ട് നിന്റെ ജനാസ തോളിലേക്ക് എടുത്ത് വെച്ചിട്ട് 6 പേര് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് നിന്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് നടക്കുമല്ലോ, പള്ളിയിലേക്ക് ചുമന്നു കൊണ്ടുപോകുമല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ, നിന്റെ ജനാസ ചുമക്കുന്നത് വാപ്പയല്ല, നിന്റെ മക്കളല്ല, നിന്റെ ഭർത്താവല്ല, നിന്റെ കൂടപ്പിറപ്പല്ല, നിന്റെ കൂട്ടുകാരല്ല. അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്നവരെ, ഖുർആനിനെ സ്നേഹിക്കുന്നവരെ, നിന്റെ ജനാസ ചുമക്കുന്നത്, നിന്റെ ജനാസ ചുമക്കുന്നത് ആരെന്നറിയുവോ? അല്ലാഹുവിന്റെ മലക്കുകള് നിന്റെ മയ്യത്ത് കട്ടിലിൽ പിടിക്കും. ചെറുപ്പക്കാരാ, മലക്കിനെ കൊണ്ട് മയ്യത്ത് ചുമപ്പിക്കണ്ടേ? മലക്കിനെ കൊണ്ട് പടച്ചവന് വേണ്ടി 24 മണിക്കൂർ ജനിച്ച കാലം മുതൽ മരിക്കുമ്പോൾ അല്ലാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ടിരിക്കുന്ന മലക്കുകൾ ഇങ്ങനെ മയ്യത്ത് കട്ടിലിൽ പിടിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോകണ്ടേ? ചെറുപ്പക്കാരാ, ഖുർആനോത് പൊന്നുമോരെ, ഖുർആനോത് പൊന്നുമോരെ. 4മത്തെ പ്രതിഫലമെന്തേ? ഈ പാതിരാത്രിയിൽ ഈ സ്വർഗത്തിലിരുന്നിട്ട് ഉസ്താദേ ഇന്നത്തെ രാത്രി മുതൽ ഈ ആയത്തോടാതെ ഉറങ്ങില്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ 114 സൂറത്തുകളിൽ ഒരു ഖുൽ ഹുവല്ലയെങ്കിലും ഓതാതെ ഇന്നത്തെ രാത്രി മുതൽ ഉറങ്ങില്ലെന്ന് തീരുമാനമെടുത്ത എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ മരിച്ചതിന്റെ പേരിൽ വാപ്പ കരഞ്ഞില്ലെങ്കിലും, ഉമ്മ കരഞ്ഞില്ലെങ്കിലും, നിന്റെ കൂടെ കിടന്നവള് കരഞ്ഞില്ലെങ്കിലും, നിന്റെ മക്കള് കരഞ്ഞില്ലെങ്കിലും 40 ദിവസത്തോളം ഈ ഭൂമി കരയും മോനെ, ഈ പ്രപഞ്ചം കരയും ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, 5മത്തെ പ്രതിഫലമെന്തേ? എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ, നിന്നെ കബറടക്കാ കൊട്ടാരം പോലെയുള്ള വീടിനകത്ത് കിടന്ന നിനക്ക് വേണ്ടി 6 മണ്ണിന്റെ കബറ് കുടിക്കുകയാണ്. പടച്ചവര് മരിച്ചെന്ന് കേൾക്കുമ്പോ ചെറുപ്പക്കാര് ഓടിച്ചെന്നിട്ട് കബറ് കുടിക്കുമല്ലോ. ഈ പാതിരാത്രി ഒരുമിച്ച് കൂടിയവരോട് ഈ നാട്ടില് കബറ് കുടിക്കുന്നവരെ നിനക്കറിയാമല്ലോ, ഈ നാട്ടില് കബറ് കുടിക്കുന്ന മനുഷ്യനെ നിനക്കറിയാമല്ലോ. ഇന്ന് വയലുകടിഞ്ഞിറങ്ങി പോകുമ്പോ ആ ഉപ്പാന്റെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കണം, ആർക്കെങ്കിലും വേണ്ടി കബറ് കുടിച്ചപ്പോ, ആർക്കെങ്കിലും വേണ്ടി കബറ് കുടിച്ചപ്പോ? ഈ നാട്ടിലെ കബറ് കുടിക്കുന്ന മനുഷ്യനോട് ഇന്ന് വാഴ കടിഞ്ഞു പോകുമ്പോ നാളെ രാവിലെ കാണുമ്പോ ആ മനുഷ്യനോട് ചോദിക്കണം, ആർക്കെങ്കിലും വേണ്ടി കബറ് കുടിച്ചപ്പോ മണ്ണിന് സുഗന്ധമുണ്ടായിരുന്നോ? അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയാ കിട്ടുന്ന പ്രതിഫലം എന്റെ പ്രിയപ്പെട്ട വാപ്പാ, നിന്നെ കുഴിച്ചിടാ, നിന്നെ കബറടക്കാ, കബറ് മാന്തുന്ന സമയത്ത് മണ്ണിന് സ്വർഗത്തിന്റെ വാസനയാ. എന്തു പ്രതിഫലമാ പൊന്നുപോരെ! ഇതല്ലേടാ ഒന്ന് തുറന്നു നോക്കാൻ കഴിയാത്തത്? നിനക്ക് ഇന്നത്തെ ദിവസം ഒരു ഇന്നാഴത്തേന ഓതിയിട്ടുണ്ടോ? ഒരു കുൽഹുവല്ല ഓതിയിട്ടുണ്ടോ? എത്ര പാട്ട് കേട്ട് പൊന്നുമോരെ, എത്ര സിനിമ കണ്ട് പൊന്നുമോരെ, അന്യ പെണ്ണിന്റെ ശരീരം കണ്ട് ആസ്വദിച്ചില്ലേ? വാട്സപ്പും ഫേസ്ബുക്കും യൂട്യൂബുമായിട്ട് ജീവിതം തുലച്ചു കളയുന്ന ചെറുപ്പക്കാരോട് ആര് വരുമടാ, ആര് വരുമടാ? നീ ചത്തുപോയാ ആരെങ്കിലും കരയാനുണ്ടാകുമോ? ഈ പ്രപഞ്ചത്തിലെ ഒരു വസ്തുവെങ്ങാണ്, ഒരു പുൽച്ചെടി പോലും നീ മരിച്ചതിന്റെ പേരിൽ കരയൂല. അവര് സന്തോഷിക്കുമല്ലോ, ഇവനൊന്ന് പോയി കിട്ടിയല്ലോ ഉറപ്പ്, ഇവനൊന്ന് പോയല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പടച്ചവനെ മറന്നുകൊണ്ട് ദുനിയാവിന്റെ മുകളിലൂടെ അഹങ്കാരികളെ പോലെ പടച്ചവൻ ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിച്ചിട്ട് പടച്ചവനെ പുറങ്കാല് കൊണ്ട് തട്ടിയിട്ട് അഹങ്കാരിയെ പോലെ നടക്കുമ്പോ എടാ
എല്ലാം കളഞ്ഞിട്ട് 6 അടി മണ്ണിനകത്ത് പോയി കിടക്കുമ്പോ നിന്റെ അഹങ്കാരം എവിടെ പോകുമടാ? നിന്റെ കൂടെ നടന്നവരെവിടെ പോകുമടാ? കൂടെ ചിരിച്ചവരും കളിച്ചവരും പ്രോത്സാഹനം തന്നവരും പൊന്നുമോനെ ഒരുത്തനുമില്ലാതെ 6 അടി മണ്ണിനകത്ത് കിടന്ന് കരയേണ്ടവനാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, പരിശുദ്ധമായ ഖുർആൻ ഓതിയ കിട്ടുന്ന 4ാമത്തെ പ്രതിഫലമെന്ത്? മണ്ണിന് പോലും കബറ് കുടിക്കുമ്പോ മണ്ണിന് പോലും വാസനയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് സിനിമാ താരങ്ങളെ മാത്രമല്ലേ അറിയൂ, എല്ലാ സിനിമാ താരങ്ങളെയും ഇഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരാ. നിവിൻ പോളിയുടെ പ്രേമം എന്നെ വല്ലാതെ സ്വാധീനിച്ചെന്ന് പറയുന്ന ചെറുപ്പക്കാരാ, പൊന്നുമോനെ ഒരു നായകനെ ഞാൻ പറഞ്ഞു തരട്ടെ, ഒരു നായകനെ ഞാൻ പറഞ്ഞു തരട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സഹാബി മഹാനായ സയ്യിദുനാ സഅദ് ഇബ്നു മുആദ്. നീ ജനിച്ചപ്പോഴേ മുസ്ലിമല്ലേ? മുസ്ലിമീങ്ങളല്ലാതെ ഒരു വീട് പോലും ഈ നാട്ടിലില്ലല്ലോ. സർവ്വം മുസ്ലിമല്ലേ? ഓർമ്മ വെച്ച കാലം മുതലേ മുസ്ലിമല്ലേ? എങ്കിലും സഅദ് ഇബ്നു മുആദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മുസ്ലിമായത് 30ാമത്തെ വയസ്സിലാ. 30ാമത്തെ വയസ്സിൽ മുസ്ലിമായി, 36ാമത്തെ വയസ്സിൽ വഫാത്തായി.